ഹായ് ഗായ്സ്, സമയം 5:30. ഞാനപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ആദ്യം എനിക്ക് എൻ്റെ പഴയ ഹോസ്റ്റലിലൊക്കെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ കാണാം. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഭയങ്കര സൗണ്ട് ഉണ്ട്. ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് ഓഫീസ് കഴിഞ്ഞു 5:30 ആയി. അപ്പം ഞാൻ പഴയ ഹോസ്റ്റലിലേക്ക് പോവാണ്. ഓണർ വീട്ടിലേക്കാണ് പോകുന്നത്. ഓഫീസിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈവനിങ് കാണാമല്ലോ. ആൻറ്റീൻ്റെ അടുത്ത് പോയാൽ ഫുഡ് നിർബന്ധമാണ് കേട്ടോ. അത് ആദ്യമാണെങ്കിൽ ഇപ്പോൾ ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പൊന്നും ഞാനും കൂടെ ദോശയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് വണ്ടി കയ്യിലില്ലാത്തതുകൊണ്ട് ബസ്സിനാണ് പോകുന്നത്. അപ്പം നേരത്തെ ഇറങ്ങി കേട്ടോ. അത്യാവശ്യം ഷൈ ആയതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ ബസ് കയറി ഞാൻ ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. അവിടുന്ന് വേഗം വീട്ടിലേക്ക് നടന്നു. ഇനിയിപ്പം ഈവനിങ് എന്ന് വെച്ചാൽ ജിമ്മിൽ പോകണം, അതെനിക്ക് കമ്പൽസറിയാണ്. അപ്പോൾ ജിമ്മിലേക്ക് പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കുളിക്കണം. ജസ്റ്റ് ഫേസ് വാഷും അതുപോലെ തന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തൊരു സോപ്പുണ്ട് മഞ്ചിഷ്ടേൻ്റെ, അത് രണ്ടാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് സ്കിൻ കെയറും കൂടെ, കുഞ്ഞു സ്കിൻ കെയറും കഴിഞ്ഞു നേരെ ജിമ്മിലേക്ക് പോവാണ്. ഇതിൻ്റെ നോർമൽ ഔട്ട്ഫിറ്റ് അല്ല, പക്ഷേ ഇന്നതാണ് ഞാൻ ഇടുന്നത്. നടക്കാനുള്ള ദൂരമുള്ളൂ, ജസ്റ്റ് ഒരു 150-200 മീറ്റേഴ്സ് ഡിസ്റ്റൻസേ ഉള്ളൂ. നേരെ ജിമ്മിലെത്തി. അവിടെ ഞാൻ ഷൈ ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല. വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടുന്ന് ഒരു 1.5 hours വർക്കൗട്ട് കഴിഞ്ഞു നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഉള്ളിന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്തിരുന്ന് എൻ്റെ വിഷമം അങ്ങ് മാറ്റി 2-3 സെക്കൻഡ് വീഡിയോസ് അവിടെ ഇരുന്ന് തന്നെ അങ്ങ് എടുത്തു. പിന്നെ ഇനി നേരെ വീട്ടിലേക്ക് ഇറങ്ങണം. തിരിച്ചു പോകുമ്പോൾ മഴയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. വണ്ടി എടുക്കാറില്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ നേരെ വീട്ടിലേക്ക് എത്തിയപ്പോൾ പുറത്ത് തന്നെ വെയിറ്റ് ആക്കിയിട്ട് ലിയോ ഉണ്ടായിരുന്നു. ലിയോ ഞാനും കൂടെ പിന്നെ വീട്ടിലേക്ക് പോയി. ഇന്ന് ഓൾറെഡി ഞാൻ ആൻറ്റീൻ്റെ അടുത്ത് നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് രാത്രി വത്തക്ക മാത്രമാണ് കഴിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിച്ച് നേരെ മീൻകുട്ടികളുണ്ട് കുറച്ചെണ്ണം, അപ്പോൾ ആറ്റിങ്ങൾക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കൂടെ ലിയോയും വരുന്നുണ്ട് കേട്ടോ മുകളിലേക്ക്. വർക്കൗട്ട് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിയർപ്പുണ്ടാവലുണ്ട്. അപ്പം ഞാൻ നൈറ്റ് കുളിക്കാറുണ്ട്. അപ്പം റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു ഹെയർ ഓയിലുണ്ട്, കുറച്ച് ഡേയ്സ് ആയിട്ടേ ഉള്ളൂ. അത്യാവശ്യം ഒരു 1 month യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം നേരെ പോയി കുളിച്ച് ഞാൻ വന്നിട്ടുണ്ട്. ഇന്നിനിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഓൾറെഡി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നേരെ പോയി കിടക്കണം. പിന്നെ ഞാൻ റീസെൻ്റ്ലി വായിക്കാൻ തുടങ്ങിയ ഒരു ബുക്കിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറയാം. കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ബുക്കും കുറച്ച് പേജസൊക്കെ വായിച്ച് പിന്നെ നേരെ കിടക്കണം. അത്യാവശ്യം പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു, പോയി നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഹോളിൽ നിന്ന് ജസ്റ്റ് നോക്കി. അപ്പം ഇതൊക്കെയാണ്. അത്ര പ്രൊഡക്റ്റീവ് അല്ല ഇന്നത്തെ ഈവനിങ്, എന്നാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.